തൃശൂർ കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതിനും തുടർന്നുണ്ടായ അച്ചടക്ക നടപടികൾക്കുമെതിരെ രൂക്ഷമായ വെളിപ്പെടുത്തലുമായി മുതിർന്ന നേതാവ് ലാലി ജെയിംസ് രംഗത്തെത്തിയതോടെ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് തനിക്കെതിരെ കൈക്കൊണ്ട സസ്പെൻഷൻ നടപടി തികച്ചും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ചേരാത്ത രീതിയിലാണ് നേതൃത്വം പെരുമാറുന്നതെന്നും ലാലി ജെയിംസ് തുറന്നടിച്ചു. തനിക്ക് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാൻ തയ്യാറാകാതെ രാത്രിയുടെ മറവിൽ സസ്പെൻഷൻ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെന്നും അവർ ആരോപിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ഡാജറ്റിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ വിവരിക്കവേ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സാമ്പത്തിക ഇടപാടുകൾ പ്രധാന ഘടകമാകുന്നുവെന്ന ഗൗരവകരമായ ആക്ഷേപമാണ് അവർ ഉയർത്തിയത്. DCC പ്രസിഡന്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ കയ്യിൽ പണമില്ലാത്തതിനാൽ അത് നൽകാൻ കഴിയില്ലെന്ന് താൻ ഉറച്ചു പറഞ്ഞതായും അവർ വെളിപ്പെടുത്തി. പണം നൽകാത്തതിനാൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ലെന്ന് പാർട്ടിയിലെ പലരും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇപ്പോൾ നടന്ന കാര്യങ്ങൾ അത് ശരിവെക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണന്റെ വിശ്വസ്തയായ ലാലി ജെയിംസിനെതിരെയുള്ള ഈ നീക്കം തൃശൂരിലെ തേറമ്പിൽ പക്ഷത്തെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തന്റെ അനുയായികൾക്കെതിരെയുള്ള അപ്രതീക്ഷിത നടപടിയിൽ തേറമ്പിൽ രാമകൃഷ്ണൻ കടുത്ത അമർഷത്തിലാണ്. നിലവിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട നിജി ജസ്റ്റിൻ പാർട്ടി നേതൃത്വത്തിന് വലിയ തുക ഫണ്ട് നൽകിയിട്ടുണ്ടാകുമെന്ന സംശയമാണ് ലാലി ജെയിംസ് ഉന്നയിക്കുന്നത്. തന്നേക്കാൾ വളരെ ജൂനിയറായ നിജി ജസ്റ്റിനെ പരിഗണിച്ചപ്പോൾ മഹിളാ കോൺഗ്രസിലും പാർട്ടിയിലുമായി ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള തന്നെയോ സുബി ബാബുവിനെ തഴഞ്ഞത് എന്തിനാണെന്ന ചോദ്യത്തിന് അഴിമതി എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ലെന്ന് ലാലി ജെയിംസ് വാദിക്കുന്നു. KPCCയും AECCയും നിലവിലെ ജില്ലാ നേതൃത്വത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനാൽ ഇനി പരാതി നൽകിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നും അവർ പറഞ്ഞു. എങ്കിലും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും പാർട്ടി അംഗത്വം ഔദ്യോഗികമായി കൈവശമില്ലെങ്കിലും മരണം വരെ താനൊരു കോൺഗ്രസുകാരിയായി തന്നെ തുടരുമെന്നും അവർ വൈകാരികമായി പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് ആത്മാഭിമാനമെന്നും സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങൾ വിലമതിക്കുന്നില്ല എന്നും അവർ ചോദിച്ചു. നിജി ജസ്റ്റിൻ പണവുമായി പല നേതാക്കളെയും സന്ദർശിച്ചതായി തനിക്ക് അറിവുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. DCC പ്രസിഡന്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലാലിക്കെതിരെ KPCC അച്ചടക്ക നടപടി സ്വീകരിച്ചത്. എന്നാൽ തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയവർ സ്വന്തം അഴിമതി മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ലാലി ആരോപിക്കുന്നു. പാർട്ടിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇടതുമുന്നണിയിലേക്കോ BJPയിലേക്കോ ചേക്കേറുന്ന സ്വഭാവം തനിക്കില്ലെന്ന് വ്യക്തമാക്കിയ അവർ തന്റെ നിലപാടുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ തനിക്കൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാലും ഇല്ലെങ്കിലും തന്റെ പോരാട്ടം നേതൃത്വത്തിലെ അഴിമതിക്കെതിരെ ആയിരിക്കുമെന്നും അത് തുടരുമെന്നും അവർ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. വർഷങ്ങളോളം പാർട്ടിക്കായി വിയർപ്പൊഴുക്കിയ തന്നോട് ഈ വിശദീകരണം പോലും ചോദിക്കാത്തത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഉന്നയിച്ച ഓരോ ആരോപണത്തിലും താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും ഇതിന്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന എന്ത് പ്രത്യാഘാതങ്ങളും നേരിടാൻ താൻ തയ്യാറാണെന്നും ലാലി ജെയിംസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണത്തെയും പാർട്ടി ഐക്യത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തന്റെ വഴി നീതിയുടേതാണെന്നും അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കാൻ വേണ്ടിയല്ല മറിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണെന്നും അവർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.